നമസ്കാരം, ജനശബ്ദം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളം ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയമാണ് നമ്മൾ ഇന്ന് വടക്കാഞ്ചേരിയിൽ നിന്നുകൊണ്ട് നിങ്ങളോട് ചർച്ച ചെയ്യുന്നതും ചോദിക്കുന്നതും. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആര്? ഏപ്രിൽ 9-ാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കുകയും മെയ് 4-ന് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരികയും ചെയ്ത സാഹചര്യത്തിൽ ആഴ്ച 1 പിന്നിട്ടിട്ടും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആര് എന്ന വിഷയത്തിൽ ഇത്രയും ദിവസങ്ങളായിട്ടും തീരുമാനമായിട്ടില്ല. കേരളം ചർച്ച ചെയ്യുന്നത് പോലെ വടക്കാഞ്ചേരിയിലുള്ള പൊതുജനങ്ങൾക്ക് ഈ കാര്യത്തിൽ എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് വടക്കാഞ്ചേരിയിലെ സാധാരണക്കാരായ ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം. എന്തുകൊണ്ടാണ് ഏട്ടാ? എല്ലാവരും പറയുന്നത് വി.ഡി. സതീശനാവണമെന്നാണ്. അല്ല, ഒരു മാറ്റം കെ.സി. വേണുഗോപാലൻ സാറ് ആവണം എന്നുള്ള ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കേന്ദ്രത്തിലും സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും മല്ലികാർജുന ഖർഗയ്ക്കും അവർക്കൊക്കെ വേണ്ടപ്പെട്ട ഒരു നേതാവാണ്. ആൾ MP ആണ്. ഇവിടെ മത്സരിച്ചിട്ടില്ല. അത് കാരണം കൊണ്ട് ഇവിടെ അങ്ങോട്ട് നിൽക്കാൻ സാധ്യമല്ലാന്ന് ഇവരെല്ലാം മന്ത്രിമാരും പറയുന്നുണ്ട്. അതുകൊണ്ട് അവർ 3 ആളും ഒറ്റക്കെട്ടായി അതിനെ ഒരു ഡിസിഷൻ ഉണ്ട്. വി.ഡി. സതീശനായാലും നമുക്ക് കുഴപ്പമില്ല, രമേശ് ചെന്നിത്തലായാലും കുഴപ്പമില്ല, കെ.സി. വേണുഗോപാലൻ കുറച്ചും കൂടി ബലം വരുമെന്നാണ് എൻ്റെ ഉദ്ദേശം. കെ.സി. വേണുഗോപാൽ വരണം എന്നാണ് ഒറ്റവാക്കിൽ ഇതിൻ്റെ ഉള്ളടക്കം. ഓക്കെ, താങ്ക് യു. ആരായിരിക്കണം മുഖ്യമന്ത്രി? എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ വി.ഡി. സതീശനാവണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? കെ.സി. വേണുഗോപാലാണെങ്കിൽ വീണ്ടും ഇലക്ഷൻ നമ്മൾ വെക്കണം, MP-ക്ക് വെക്കണം, MLA-ക്ക് വെക്കണം. ഇത് 4 നാൾ മുന്നേ വിജയിച്ചതിന് ശേഷമാണ് ആൾ ഇപ്പോൾ മുഖ്യമന്ത്രിക്കുള്ളത് പറയുന്നത്. പിന്നെ അതുകൊണ്ട് ഓടി നടന്ന് കഷ്ടപ്പെട്ട് വി.ഡി. സതീശനാണ്. അതുകൊണ്ട് വി.ഡി. സതീശനാവണമെന്നാണ് നമ്മുടെ. ഓക്കെ, താങ്ക് യു. ചേട്ടാ, ആരായിരിക്കും നമ്മുടെ മുഖ്യമന്ത്രി അടുത്ത 5 വർഷം? അതെന്താ സംശയം? വി.ഡി. സതീശൻ. അവിടെ 2 പേര് പറഞ്ഞ് കെ.സി. വേണുഗോപാൽ ആവണമെന്നാണ് പറഞ്ഞത്. കെ.സി. വേണുഗോപാൽ MLA സ്ഥാനത്തേക്ക് മത്സരിച്ചിട്ടില്ലല്ലോ. മത്സരിച്ചതും പ്രതിപക്ഷ നേതാവായി 5 കൊല്ലം നയിച്ചതും വി.ഡി. സതീശനാണ്. ആളുടെ നിലപാടും ആളുള്ളത് കൊണ്ടാണ് ഇവിടെ ഭരണം 102 സീറ്റ് കിട്ടിയതും. അതിൻ്റെ പേരിൽ അയാൾക്ക് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കണം. അതാണ് അതിൻ്റെ ന്യായം. ഓക്കെ, താങ്ക് യു. കെ.സി. ആവണം. കെ.സി. ആവണമെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്? അയാളുടെ ഒരു ഹൈക്കമാൻഡിൻ്റെ ഒരാളല്ലേ, അപ്പോൾ അയാൾക്കെല്ലാം കറക്റ്റായിട്ട് കാര്യങ്ങൾ അറിയാം. അയാൾ വന്നു കഴിഞ്ഞാൽ മറ്റുള്ള ഘടകകക്ഷികളുടെ ഇടപാടുകളും നടക്കും. പക്ഷേ ഘടകകക്ഷികൾ മുസ്ലിം ലീഗ് ആണെങ്കിലും അവർ മറ്റ് വി.ഡി. സതീശനൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ അതിനായിട്ട് ഘടകകക്ഷികളായിട്ടുള്ള അവർ പിടിവാശിയിൽ അവർ കൊണ്ടുവരും. പക്ഷേ കെ.സി. ആകുമ്പോൾ നടക്കില്ല. പല കാര്യങ്ങളും ചോദിച്ച് മേടിക്കാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തും. വി.ഡിക്ക് അത് ഒഴിവാക്കാൻ പറ്റില്ല. അതിന് സമ്മർദ്ദത്തിന് അടിമപ്പെടും അദ്ദേഹം. കെ.സി. വേണുഗോപാലാവുമ്പോൾ അതുണ്ടാവില്ല. അതാണ് അങ്ങനെ പറയാൻ കാരണം. പക്ഷേ ജനവികാരം വി.ഡി. സതീശനോടൊപ്പമാണല്ലോ. അതങ്ങനെയാണ്, പക്ഷേ ഹൈക്കമാൻഡ് പറയണതാണല്ലോ എൻ്റെ ശരി. ഓക്കെ, താങ്ക് യു. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരായിരിക്കണം? അത് ഒരു തല്ലൂടാണ്ട് ആദ്യം ഭരണം തീരുമാനിക്കട്ടെ. ആ ഭരണം തീരുമാനിക്കണതിന്റെ ആദ്യ ഘട്ടമാണ് മുഖ്യമന്ത്രി ആരാവണം. ഒരാഴ്ച തമ്മിലാണ് പ്രശ്നം. തുടക്കത്തിലൊരു തമ്മിത്തല്ല് ഉണ്ടായിരുന്നു. അതായത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ കെ. സുധാകരൻ ചെറിയ പ്രശ്നം ഉണ്ടാക്കി. പക്ഷെ അത് എന്തുകൊണ്ടോ അവർ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. ഒരു 100ന്റെ മേലേക്ക് സീറ്റ് കിട്ടി. ഇപ്പോഴും ആ ഒരു സാഹചര്യത്തിലാണ് അവർ നിൽക്കുന്നത്. അല്ല, ഇപ്പോഴും വ്യക്തിപരമായിട്ട് എന്താണ്, ആരോടൊപ്പമാണ്, ആരായാലാണ് നന്നാവുക? കെ.സി. ആവണമെന്നാണ് പറയുന്നത്. വി.ഡി. സതീശന് കുഴപ്പമൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. പക്ഷെ ആള് ഈ പറഞ്ഞ പോലെ സമ്മർദ്ദം ചെലുത്താൻ, പിന്നെ നമ്മളിപ്പോൾ മംഗലാപുരത്തൊക്കെ സംഭവം നമ്മൾ അറിഞ്ഞിട്ടുള്ളതാണല്ലോ. എന്തിനും BJP-യുടെ ഓഫീസിൽ ഇയാൾ പോയി ഫ്ലൈറ്റും പിടിച്ച് പോകേണ്ട ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. അത് കൃത്യമായി ചർച്ച ചെയ്തിട്ടില്ല കേരളം. നിലവിലെ പ്രതിപക്ഷം പോലും അത് ചർച്ചയ്ക്ക് എടുത്തിട്ടില്ല. അതങ്ങനെയാണല്ലോ ഇവിടുത്തെ സംഭവങ്ങൾ. നമ്മൾ പൂഴ്ത്തേണ്ടത് പൂഴ്ത്തി വെക്കാൻ സ്വാഭാവികമായിട്ട് ഒരു നന്നായി അറിയാം. ആ ഒരു കാഴ്ചപ്പാടുള്ള പാർട്ടികളാണല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അതൊക്കെ ഉണ്ടാവുക. ഇല്ലെങ്കിൽ ആ ഒരു ഇപ്പോഴത്തെ നിലവിലെ പ്രശ്നം ഒരു മുഖ്യമന്ത്രി ഉടനെ വേണം എന്നുള്ളതാണ്. അത് കെ.സി. ആവണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? ഓക്കെ, താങ്ക് യു. സതീശനാണ്. എന്തുകൊണ്ടാണ്? അയാളുള്ള നേതൃത്വത്തിൽ നിന്നിപ്പോൾ ഇവിടെ കഷ്ടപ്പെട്ടു. കഴിഞ്ഞ 5 കൊല്ലം കഷ്ടപ്പെട്ട അദ്ദേഹമാണ്. രമേശ് ചെന്നിത്തല എന്തുകൊണ്ട്? ചെന്നിത്തല ആവണോണ്ട് നമുക്ക് വിരോധമൊന്നുമില്ല. ഓക്കെ, നമുക്ക് നല്ല ഭരണം ഇതൊക്കെ കാഴ്ച. ആരായാലും നല്ല ഭരണം ഉണ്ടായാൽ ചെന്നിത്തല ഇത്തിരി കൂടി സ്ട്രോങ് ആവുക സതീശനായിരിക്കും. ഓക്കെ, അയാൾ ഇവിടെ നിന്ന ആളെ ജയിക്കണം എന്നുള്ള ഇവിടെ തെരഞ്ഞെടുപ്പിൽ നിന്ന ആളാണല്ലോ വേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ മറ്റേ വേണുഗോപാലിന്റെ പേര് പറയാത്ത ഒരു ബൈ ഇലക്ഷൻ ഒഴിവാക്കാൻ. അതാണല്ലോ നമുക്ക് എല്ലാം കൂടി ചിന്തിക്കണല്ലോ. അല്ലാണ്ട് ദീർഘവീക്ഷണം നമുക്ക് വേണ്ട. അപ്പൊ അയാൾ പറഞ്ഞ പറ്റി ദീർഘവീക്ഷണം തന്നെ അവസ്ഥ. അപ്പൊ ഇവിടുത്തെ മുഖ്യമന്ത്രി ആരാണെന്നുള്ളതാണ് കാര്യം. അപ്പൊ ജയിച്ചു എന്ന ആളാണ് വേണ്ടത്. അത് പിന്നെ വി.ഡി. സതീശൻ ചുരുക്കമായിട്ട് പറയുമ്പോൾ. താങ്ക് യു.
മുഖ്യമന്ത്രി ഇന്നത്തെ സ്ഥിതിയിൽ കഷ്ടപ്പെട്ട ആള് വി ഡി സതീശനാണ്. അങ്ങനെയാണ് വരുന്നത്. വി ഡി സതീശൻ വരണം. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരാണ്? വി ഡി സതീശൻ. വി ഡി സതീശൻ. ഓക്കെ, നമസ്കാരം. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാണ്? കേരളത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശനാണോ? ആളാണല്ലോ അതിന് വേണ്ടി എല്ലാം കഷ്ടപ്പെട്ടുള്ളത്. അവിടെ ഒരു 3-4 പേരോട് വെച്ചപ്പോൾ ഒരു KC വേണുഗോപാലിന്റെ പേര് അവിടെ ഇലക്ഷൻ പോലെ വന്നിട്ടില്ലായിരുന്നു. പിന്നെ എന്തിനാണ് അയാൾ ജനങ്ങളെ പ്രതിനിധി ജനങ്ങളെ തിരഞ്ഞെടുത്ത ആളാവണ്ടേ? വി ഡി സതീശൻ അല്ലാതെ രമേശ് ചെന്നിത്തലയാണെങ്കിലോ? ഇത്രയൊന്നും ആവശ്യമില്ല. വി ഡി സതീശൻ മതി. ഓക്കെ, താങ്ക് യു. നമ്മുടെ മുഖ്യമന്ത്രി ആരാവണം? മുഖ്യമന്ത്രി വി ഡി സതീശനാവണമെന്നാണ് ആഗ്രഹം. അതാണ് ഒന്നുകൂടി ബെറ്റർ. ബാക്കി രണ്ടുപേരെ വെച്ച് കുഴപ്പമുള്ളവരല്ല, നല്ലത്. ഓക്കെ, താങ്ക് യു. സതീശനാണ്. സതീശൻ, അതാണ് നല്ലത്. അത് നല്ലത്. ബാക്കി രണ്ടുപേരൊക്കെ ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് തുറന്നടിച്ച് കാര്യങ്ങൾ പറയും. ആള് സംസാരിക്കും കൂടെ. അത് നല്ലത്. ഒരു മുഖ്യമന്ത്രി ആകുമ്പോൾ തുറന്നടിച്ച് കാര്യങ്ങൾ പറഞ്ഞ ബുദ്ധിമുട്ടാവില്ലേ? അതാണല്ലോ നമുക്ക് വേണ്ടത്. നമുക്ക് അതാണ് വേണ്ടത്. കൃത്യമായ എന്താ നടക്കണ ഇപ്പൊ തമിഴ്നാട്ടിൽ എന്താ നടക്കുന്നത്? കളി തുടങ്ങി. അതെ, അവിടെ ഭരണം തുടങ്ങി. ഓക്കെ, ശരി, താങ്ക് യു. ആരായിരിക്കണം മുഖ്യമന്ത്രി? 5 ദിവസവും 5 മുഖ്യമന്ത്രി ആയിക്കോട്ടെ, നല്ലത് ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച്. അല്ലെങ്കിൽ വോട്ട് ചെയ്തവർ കംപ്ലീറ്റ് ഡൽഹി പോയി മറുപടി പറയേണ്ട ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വോട്ട് ചെയ്തവർ കംപ്ലീറ്റ് അവിടെ പോയി ആര് മുഖ്യമന്ത്രി ആണോ എന്ന് തീരുമാനിച്ച ശേഷമായിരിക്കും ചിലപ്പോൾ കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി ഉണ്ടാവുകയില്ല. അതുവരെ നിലവിലുള്ള ഇത്ര നാളെ അഴിമതിയിലും മറ്റുള്ള കെടുകാര്യത്തിനും ഭാഗമായിട്ട് ഭരണം നഷ്ടപ്പെട്ട CPM-ൻ്റെ മുഖ്യമന്ത്രി തന്നെ കാവൽ മുഖ്യമന്ത്രിയുടെ തുടരും. അദ്ദേഹം ഏകദേശം എനിക്ക് തോന്നുന്നുണ്ട് ഇങ്ങനെ പോകണ പോക്കുകയാണെങ്കിൽ ഏകദേശം 5-6 മാസം അദ്ദേഹം തന്നെ തുടരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. രാഷ്ട്രീയം വിട്ടിട്ട് വ്യക്തിപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പം 3 പേരാണുള്ളത്, KC, RC, VD. ഇതിലാരായിരിക്കും താല്പര്യം? വ്യക്തിപരമായിട്ട് ഒരു അല്പമെങ്കിലും ഒന്ന് നോക്കുകയാണെങ്കിൽ വ്യക്തിപരമായിട്ട് നോക്കുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് അതിന് തോന്നിയിട്ടില്ല. ഇതിനുള്ള നല്ല കഴിവുള്ള നേതാക്കന്മാർ കോൺഗ്രസ്സിൽ വേറെ ആളുകളുണ്ട്. വേറെ ആരാണ്? വേറെ ഒരുപാട് നേതാക്കന്മാരുണ്ട്. അവരെ ഒതുക്കിക്കൊണ്ടാണ് ഇവരൊക്കെ 3 പേര് കയറി വന്നിരിക്കുന്നത്. പല നേതാക്കന്മാരെ ഒതുക്കിക്കൊണ്ട് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ചിന്തിക്കുമ്പോൾ ഒരുപാട് നല്ല നേതാക്കന്മാർ കോൺഗ്രസ് പാർട്ടിയിലുണ്ട്, മാർക്സിസ്റ്റ് പാർട്ടിയിലുണ്ട്. അവർക്ക് MLA സ്ഥാനത്തിൽ ഇപ്പോൾ മത്സരിക്കാൻ പോലും പറ്റാതെയാണ് കേരളത്തിലിപ്പോൾ നിലവിൽ ഓരോ MLA-മാരും വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാണ്? KC വേണുഗോപാലാണ്. എന്തുകൊണ്ട് KC വേണുഗോപാൽ? എല്ലാവരും വി ഡി സതീശൻ എന്നൊരു പൊതുവികാരമുണ്ട്. KC വേണുഗോപാൽ. ഓക്കെ, താങ്ക് യു. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാവണം? അതിപ്പോ തല്ലൂട്ടല്ലേ? അതെ, എപ്പോ ഉണ്ടാവുന്ന ആർക്കറിയാം. ഈ തല്ലൂടുന്നത് കൊണ്ടാണ് നമുക്കിങ്ങനെ ഇറങ്ങേണ്ടി ഒരു സർവേ എടുക്കേണ്ട അവസ്ഥ വന്നത്. അതെ, VD സതീശൻ ആവണമെന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. ആരാവുന്ന അറിയില്ല. എന്തായാലും പെട്ടെന്ന് തന്നെ ഒരുപക്ഷെ ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ അറിയാമെന്ന് വിചാരിക്കുന്നു. എപ്പോ ആവുന്ന അറിയില്ല. അവർക്കും ഉറപ്പില്ല. ഒരാഴ്ച കഴിഞ്ഞില്ലേ? ഇപ്പോഴും തല്ലൂട്ടല്ലേ? എന്ത് നടക്കും എന്ത് നടക്കുന്ന ആർക്കറിയാം, ദൈവത്തിന് മാത്രം അറിയില്ല. ഓക്കെ, താങ്ക് യു. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാവണം? വി ഡി സതീശൻ. ചിലര് പറയുന്നുണ്ട് KC വേണുഗോപാൽ. ബൈ ഇലക്ഷനിൽ തോൽക്കുന്നാണ് പറയുന്നത്. ഓക്കെ, കേരളത്തിൽ 150 മണ്ഡലത്തിൽ തോൽക്കും. എവിടെ നിന്നാലും തോൽക്കും. തോൽക്കുന്നതാണോ തോൽപ്പിക്കുന്നതാണോ? ഓക്കെ, താങ്ക് യു. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാവണം? ഇത്രയേ ഉള്ളൂ ചോദ്യം. ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. രമേശ് ചെന്നിത്തല ആവണമെന്നാണോ ആഗ്രഹം? 3 പേരുണ്ട്, VD സതീശൻ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല. ആരാവണം? VD സതീശൻ. ഓക്കെ, VD സതീശൻ. താത്ത ആരാവണം മുഖ്യമന്ത്രി? VD സതീശൻ. ഒരു വട്ടം പറഞ്ഞു. ഓക്കെ, ചേട്ടാ ആരായിരിക്കും? VD സതീശൻ. എന്തുകൊണ്ടാണ് എല്ലാവരും VD സതീശന്റെ പേര് പറയുന്നത്? പറയാൻ പറ്റുമോ? ഓക്കെ, ശരി. അതെ, കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാവണം അഭിപ്രായത്തിൽ? നമ്മുടെ അഭിപ്രായം വിജയനാണ്. അപ്പൊ ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യാം, അവർ തല്ലൂടട്ടെ, എന്നിട്ട് അടിച്ചാൽ ആരെ ജയിക്കണം നോക്കുക. തല്ലൂടിയിട്ട് ജയിക്കണ ആരാ നോക്കുക. അങ്ങനെ ഫൈറ്റിംഗ് എന്നിട്ട് അങ്ങനെ അല്ലാണ്ട് മറ്റേ രാഷ്ട്രീയപരമായിട്ട് നിൽക്കാൻ പറ്റില്ല. നമുക്ക് വലിയ എതിർപ്പാണല്ലോ. അപ്പൊ അതുകൊണ്ട് അടി കൂടിയിട്ട് ശക്തി പ്രയോഗിച്ചിട്ട് അവർ ജയിക്കാം. അവര് ജയിക്കാം. അതേ പറ്റുള്ളൂ. രാഷ്ട്രീയം അവർക്ക് ഇല്ലല്ലോ. ഓക്കെ. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരായിരിക്കണം? 3 പേരുകളാണ് ഉയർന്നു വന്നിട്ടുള്ളതും അവർ തമ്മിലാണ് ഫൈറ്റ് നടക്കുന്നത്. VD സതീശൻ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? 5 കൊല്ലം
പ്രതിപക്ഷത്തിൽ ഇരുന്നിട്ട് കൂടുതൽ UDF നയിച്ചത്. ഇതിൽ അതെ. ഈ VD സതീശനല്ലെങ്കിൽ മറ്റു രണ്ടുപേരുണ്ട്, KC അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല. ഇതിൽ രണ്ടുപേരിൽ ആരാണ് ബെറ്റർ? അങ്ങനെ പറയാൻ പറ്റില്ല. രണ്ടുപേരും എല്ലാവരും തുല്യ ശക്തികളാണ്, അവരും അതെ യോഗ്യന്മാരാണ് എല്ലാവരും. അതിൽ കുറച്ചുകൂടി ബെറ്റർ നമുക്ക് വ്യക്തിപരമായിട്ട് 3 പേരിലും VD സതീശൻ എന്ന് പറഞ്ഞാൽ പുള്ളി ഇത്രയും ഫൈറ്റ് ചെയ്തിട്ട് ജനങ്ങളുടെ മുമ്പിൽ എത്തിച്ചുകൊണ്ടാണ് ഈ ഒരു വിജയം ഉണ്ടായത്. ഓക്കെ ഓക്കെ, എൻ്റെ പേരിൽ താങ്ക് യു. ശരി, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാവണം? VD സതീശൻ. എന്തുകൊണ്ട്? ആളാണ് പണിയെടുത്തത്, അപ്പോൾ ആളാവണം. ഓക്കെ ചേട്ടാ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാവണം? VD സതീശൻ. എന്തുകൊണ്ടാണ്? അത് നേതൃത്വ ഗുണമുണ്ട്, നേതൃഗുണമുണ്ട്. പിന്നെ പ്രതിപക്ഷ നേതാവായിട്ട് ഒരുപാട് കാര്യമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. ഓക്കെ, KC വേണുഗോപാൽ അവിടെ ഇവിടെ കേരളത്തിൽ പ്രതികരിച്ചത് VD ശേഷമല്ലേ, അതാണ് തീർച്ചയായിട്ടും. പേരെന്താ? ആനന്ദ്, വീട് മുളകര. ഓക്കെ, താങ്ക് യു. പോണോ അതോ VD സതീശൻ? ഓക്കെ, താങ്ക് യു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാവണം? കേരളത്തിൻ്റെ ഇപ്പോൾ എൻ്റെ ഒരു ഇതിൽ VD സതീശനാണ് ആവേണ്ടതാണ്. എന്തുകൊണ്ടാവണം? ഒരുപക്ഷെ ആള് ഇപ്പോൾ കണ്ടോടത്തോളം ചെറിയ കാര്യങ്ങളൊക്കെ ആൾ ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നല്ലൊരു പ്രതീക്ഷയുണ്ട്, ഒരു പ്രതീക്ഷയുണ്ട്. മറ്റു രണ്ടുപേരെ അപേക്ഷിച്ച് ഒരു പ്രതീക്ഷയുണ്ട്. ഓക്കെ, പേരെന്താ? അതിൽ ഒരു പ്രസീതൻ. വീട് എവിടെ? വീട് ഇവിടെ മുണ്ടത്തിക്കോടാണ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാവണം? സതീശനാവണം. എന്തുകൊണ്ട്? എന്തുകൊണ്ട് വെച്ചാൽ സതീശനാണ് അത് ഇത്ര കാലം അത് പ്രയത്നിച്ച് അവർ നടത്തൊക്കെ കഴിഞ്ഞ് പ്രയത്നിച്ച് ഒരു കൂട്ടിയൊക്കെ കറക്റ്റാക്കി കൊണ്ടുവന്നത്, നയിച്ചത് ആളാണ്, നയിച്ച ആളാണ്. അതാണ് കറക്റ്റ്. പിന്നെ മുൻപ് വേണുഗോപാലിന് വളരെ പിടിപാടും കാര്യമൊക്കെ ഉണ്ട് അവിടെ. പക്ഷേ അത് വെച്ചിട്ട് ഇപ്പോൾ പണിയെടുത്തവർക്കല്ലേ അതിൻ്റെ കൂലി കിട്ടുന്നത്. ഇപ്പോൾ വിഷമമുണ്ടോ ഇപ്പോഴത്തെ ഒരു ചർച്ചയിലും കാര്യങ്ങളിലും? ചർച്ചയിൽ വിഷമമുണ്ട്. ഒരിക്കലും പാടില്ല, പെട്ടെന്ന് ഒരു പേര് വരണമായിരുന്നു. ഇത്രയും ദിവസമൊന്നും നീണ്ടു നിൽക്കാൻ പാടില്ല. മറ്റു സംസ്ഥാനത്തിനൊക്കെ ഏറ്റവും മോശമായി ഇപ്പോൾ കേരളം. റിസൾട്ട് നല്ല റിസൾട്ട് ഉണ്ടായിട്ടും നല്ല റിസൾട്ട് വോട്ട് ചെയ്തപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് വന്നപ്പോൾ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായി ജനങ്ങളാണ് വോട്ട് ചെയ്തത്. അതെ, ആ രീതിയിലാണ് വന്നത്. ഓക്കെ, താങ്ക് യു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാവണം? സതീശൻ. ഓക്കെ, താങ്ക് യു. VD സതീശനാവണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കാരണം ആളാണ് ഈ കൊണ്ടുവന്നത്. പക്ഷേ കൂടുതൽ MLA-മാർ KC വേണുഗോപാലിനെയാണ് പിന്തുണയ്ക്കുന്നത്. അതാണെങ്കിൽ അത് നമുക്ക് പറയാൻ പറ്റില്ല എങ്ങനെയാണെന്നുള്ളത്. അർഹതപ്പെട്ട പണിയെടുത്ത ആള് അദ്ദേഹമാണ്, അപ്പോൾ അദ്ദേഹം ആയിരിക്കണം. അതാണ് നീതി. കുറച്ചും കൂടി ഒരു നയങ്ങള്, ജനങ്ങളായിട്ടുള്ള ഒരു നയങ്ങള് ആൾക്കാണല്ലോ. ഓക്കെ ഓക്കെ, അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ. നമ്മളിവിടെ ചെണ്ടയുണ്ട്, ചെണ്ട ഉപയോഗിക്കും. ആ ചെണ്ട ഉപയോഗിക്കുമ്പോ അതിന് അടി മുഴുവൻ ആർക്കും ഓടണേ? ചെണ്ടയ്ക്ക് കാശ് മേടിക്കുന്നതാരാ? മാരാര്. അന്ന് പോലെ ഇവിടെ പ്രവർത്തിക്കാൻ ഉണ്ടായിരുന്നത് VD സതീശനാണ്. അപ്പൊ അഭിപ്രായത്തിൽ VD സതീശനെ മുഖ്യമന്ത്രി ആക്കണം എന്ന് എൻ്റെ അഭിപ്രായം. ഞാൻ ഒരു BJP-യുടെ പ്രവർത്തകനാണ്, 72 വർഷം BJP സംഘപ്രവർത്തകനാണ്. എൻ്റെ അഭിപ്രായത്തിൽ VD സതീശനെ മുഖ്യമന്ത്രി. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ MLA-മാര് ഭൂരിപക്ഷം വെച്ച് നോക്കുമ്പോൾ KC വേണുഗോപാലോ ഈ MLA-മാര് തെരഞ്ഞെടുത്ത് കൊടുത്ത ജനങ്ങളല്ലേ, ഇപ്പൊ ജനങ്ങളല്ലേ ജനവികാരം VD സതീശനൊപ്പം. അപ്പൊ ഈ ജനവികാരത്തിന് എന്ത് ചെയ്യും? അതിന് മുറിവൽക്കളിക്കാണ്. ഇനിയിപ്പോ KC വേണുഗോപാലിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം പ്രതിസന്ധികൾ നേരിടണം. അതെ, ഇത്രയും ജനവികാരം ചിലപ്പോൾ ജനം തെരുവിലിറങ്ങും, അതൊരു പ്രതിസന്ധിയായിരിക്കും. അപ്പൊ എന്തായി? അപ്പൊ മറ്റുള്ളവർക്ക് അത് മുതലെടുക്കാൻ ഒരു കാര്യമായി നമ്മളെ ചെയ്യുന്ന തെറ്റല്ലേ. അപ്പൊ VD സതീശന് മുഖ്യമന്ത്രി ആക്കണം 100%. ഓക്കെ ഓക്കെ, താങ്ക് യു. പണിയെടുത്തവൻ അല്ലാണ്ട് പിന്നെ ആരാ? പണിയെടുത്തവൻ എന്ന് പറയുമ്പോൾ VD സതീശൻ. വേറെ ആരാ? പക്ഷെ കൂടുതൽ MLA-മാരുടെ പിന്തുണ KC വേണുഗോപാലിനാണ് എന്ന് പറഞ്ഞിട്ട് എന്താ ചേട്ടാ കാര്യം? പണിയെടുത്തവന് കൂലി കൊടുക്കുക. ഓക്കെ, താങ്ക് യു. 3 പേരുണ്ട്, VD സതീശൻ, KC വേണുഗോപാൽ, ചെന്നിത്തല. VD സതീശനാണ്. ഓക്കെ, താങ്ക് യു. നിങ്ങളുടെയൊക്കെ അഭിപ്രായത്തിൽ ആരായിരിക്കണം മുഖ്യമന്ത്രി? ഞങ്ങളുടെ അഭിപ്രായത്തിൽ 3 പേരെ ആക്കട്ടെ. ആഴ്ചയിൽ 7 ദിവസം ഉണ്ടല്ലോ, ഒരു ദിവസം അവധി കൊടുത്ത് മുഖ്യമന്ത്രി ബെഞ്ച് ഉണ്ടാക്കണം. അതെ, അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. 3 ഘട്ടമായിട്ട് ഭരിക്കട്ടെ, 1.5 വർഷം. ഇത്രയും ഒരു നാണം കെട്ട ഇത് ഈ കേരളത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടുണ്ടോ? ഒരു ഭൂരിപക്ഷം കിട്ടിയ ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ വലിയ എന്താണിത്? വലിയ ഭൂരിപക്ഷമില്ല, 32 പേരുടെ ഭൂരിപക്ഷം. ജനാധിപത്യ രീതിയാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. വോട്ട് ചെയ്ത വോട്ടർമാരെ പറ്റിച്ചു, അതാണ് ഇന്ന് എനിക്ക് മനസ്സിലാവുന്നത്. കേരളത്തിലെ ആദ്യത്തെ ഒരു സംഭവമാണ്. ഇതിനു മുമ്പ് ഇതൊരു സംഭവം ഉണ്ടായിട്ടില്ല. എന്തായാലും ഡൽഹിയിലാണ് ഇപ്പോൾ എല്ലാവരും പോയിട്ടുള്ളത്. നാളെ തിരിച്ച് അതേ വണ്ടിയിൽ ഇങ്ങോട്ട് വരും.
പിന്നെ നമ്മളോട് പറയും ഇനി 2 ദിവസം കാക്കാൻ പറയും. പഴയ മറ്റേ പ്രസിഡന്റുമാരൊക്കെ വിളിച്ചു. ഇനി പഴയ KPCC പ്രസിഡന്റുമാര് ഇനി വോട്ടർമാരെ വിളിക്കും. ആ നിലയിലേക്ക് ഇതുപോലത്തെ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടായിട്ടില്ല കേരളത്തില്. ഓക്കെ വോട്ട് ചെയ്ത് ജനത്തെ നാണം കെടുത്തുന്ന ശരിയാണ്. നേതാക്കളല്ല അഭിപ്രായം പറയണ്ടേ, വോട്ട് ചെയ്ത അവരുടെ ഒരു 5 വർഷം ഭരിക്കണം. എങ്ങനെ ഭരിക്കും മനസ്സിലായി. ഇനി മന്ത്രിമാരെ നിശ്ചയിച്ച് അവിടെ അടിയായിരിക്കും. തുടക്കം തന്നെ പാളി എന്നുള്ള ഒരു ചിന്ത ഉണ്ട് അല്ലേ പൊതുവെ? തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു. മാറുന്ന ഫാഷനൊപ്പം മനസ്സ് നിറയുന്ന തിളക്കം. ആഗ്രഹിച്ച അഴകിൽ അണിഞ്ഞൊരുങ്ങാൻ ഇനി PVK ഫാൻസി. ഗ്യാരണ്ടി ആഭരണങ്ങളുടെയും ഗോൾഡ് കവറിംഗ് ആഭരണങ്ങളുടെയും വിസ്മയിപ്പിക്കുന്ന ശേഖരം. വിവാഹങ്ങൾക്കും വിശേഷങ്ങൾക്കും അണിയാൻ ട്രെൻഡി ഡിസൈനുകൾ. ഒപ്പം നിങ്ങളുടെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ ബ്രാൻഡഡ് കോസ്മെറ്റിക്സുകളുടെ വൻനിരയും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിശ്വസ്തയോടെ മിതമായ നിരക്കിൽ ഗുണമേന്മയുള്ള ആഭരണങ്ങൾ സ്വന്തമാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ PVK ഫാൻസി ആറങ്ങോട്ടുകര.